വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യുന്നതിനുമുള്ള വിവിധ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഹോപ്പ് ആൻഡ് ഡ്രീം പദ്ധതി നടപ്പിലാക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സർവതല സ്പർശിയായുള്ള സുസ്ഥിര വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകി പെരിന്തൽമണ്ണ നഗരസഭ 2025-26 സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് അവതരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ബജറ്റ് അവതരണം നിർവഹിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 4ാം വാർഷിക പദ്ധതി ബജറ്റാണ് നഗരസഭാ കൗൺസിൽ ഹാളിൽ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അവതരിപ്പിച്ചത്. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യുന്നതിനുമുള്ള വിവിധ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഹോപ്പ് ആൻഡ് ഡ്രീം പദ്ധതി നടപ്പിലാക്കും. വർക്ക് സ്പേസ്, പരിശീലന ക്ലാസുകൾ, വിപണന സാധ്യതകൾ, ബ്രാൻഡിംഗ് തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഹോപ്പ് ആൻഡ് ഡ്രീം പദ്ധതി നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ജൈവ അജൈവ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനത്തിൽ മാതൃകാ പ്രവർത്തികളുമായാണ് നഗരസഭ മുൻപോട്ട് പോകുന്നത്. സമൂഹത്തിന് വലിയ വിപത്തും നഗരസഭയെ സംബന്ധിച്ച് വെല്ലുവിളിയുമായിരുന്ന മാലിന്യങ്ങളെ വലിയ പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ ജനങ്ങളുടെ സഹകരണത്തോടെ നമുക്ക് സാധിച്ചു. ജൈവ അജൈവ മാലിന്യത്തെ പോലെ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടേണ്ട ഒന്നാണ് മലിനജലം. കർശന നടപടികൾ സ്വീകരിച്ചിട്ടും പൊതുസ്ഥലങ്ങളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ നിക്ഷേപിക്കുന്ന നിരവധി സംഭവങ്ങളാണ് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരം മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാൻ സർക്കാർ ഇതര സംവിധാനങ്ങളില്ലാത്തതും ഇതിന് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി മലിനജല ശാസ്ത്രീയ സംസ്കരണത്തിന് അനുയോജ്യമായ സ്ഥലത്ത് നഗരസഭ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ FSTP നിർമ്മിക്കും. 6 കോടി രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയുള്ളത് ബജറ്റിൽ. അതിവേഗം വളരുന്ന പെരിന്തൽമണ്ണ വ്യവസായ സൗഹൃദ നഗരമാണ്. പുത്തൻ വ്യവസായങ്ങൾ വിപണിയായി തിരഞ്ഞെടുക്കുന്ന പെരിന്തൽമണ്ണയിൽ അതിനനുസൃതമായ മാനവ വിഭവശേഷിയും സംഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി നഗരസഭ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് സ്കിൽ ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ് സേഫ് പദ്ധതി. കൃത്യമായ വിവരശേഖരണം, പരിശീലനം, തൊഴിൽ സാധ്യത തുടങ്ങിയ ഉൾപ്പെടുന്നതാണ് പദ്ധതി. 2 വർഷം കൊണ്ട് 1000 പേർക്ക് സേഫ് പദ്ധതിയിലൂടെ തൊഴിൽ നൽകും. 5 ലക്ഷം രൂപ സേഫ് പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തും. ആരോഗ്യ സംരക്ഷണം അനിവാര്യമായതാണ്. വ്യായാമം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിപാലനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജീവിതചര്യയായി തന്നെ മാറിയിരിക്കുന്നു. പ്രായവ്യത്യാസമില്ലാതെയാണ് ഇന്ന് സമൂഹം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായി വിവിധ രീതികൾ പരിശീലിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് നഗരസഭ 2 കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിം ആരംഭിച്ചത്. വലിയ സ്വീകാര്യത ലഭിച്ച ഓപ്പൺ ജിമ്മുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും. വേറിട്ട സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്തരായ ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായ ഭക്ഷണ രീതികൾ, വ്യായാമ രീതികൾ കൂടാതെ വൈദഗ്ധ്യം നേടിയ ട്രെയിനർമാരുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, ഹെൽത്ത് സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ബോധവൽക്കരണം തുടങ്ങിയവ ലഭ്യമാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതി ഫിറ്റ് ഫോർ ലൈഫ് എന്ന പേരിൽ നടപ്പിലാക്കും. 25 ലക്ഷം രൂപയാണ് ഫിറ്റ് ഫോർ ലൈഫ് പദ്ധതിക്ക് ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുമരാമത്ത്, ഊർജം, കുടിവെള്ളം, നഗരാസൂത്രണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പെരിന്തൽമണ്ണ നഗരസഭ 2025-26 വർഷത്തേക്കുള്ള ജനകീയ ബജറ്റ് അവതരിപ്പിച്ചത്. പൊതുഭരണം, സേവനം കാര്യക്ഷമമാക്കൽ എന്നിവയ്ക്ക് 7 ലക്ഷം രൂപ, കൃഷി, ജലസംരക്ഷണം, അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 37.50 ലക്ഷം രൂപ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 17.5 ലക്ഷം രൂപ,
ചെറുകിട സംരംഭം, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് 5 ലക്ഷം രൂപ, ദാരിദ്ര്യ ലഘൂകരണം, ചേരി പരിഷ്കരണം എന്നിവയ്ക്കായി 1.60 കോടി രൂപ, സാമൂഹ്യനീതി 1.24 കോടി രൂപ, വനിതാ വികസനത്തിനായി 40 ലക്ഷം രൂപ, പട്ടികജാതി വികസനത്തിനായി 131 ലക്ഷം രൂപ, ആരോഗ്യത്തിനായി 41 ലക്ഷം രൂപ, ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് 51 ലക്ഷം രൂപ, വിദ്യാഭ്യാസം, കല, കായികം, യുവജനക്ഷേമം എന്നിവയ്ക്കായി 1.12 കോടി രൂപ, കുടിവെള്ളം 5 ലക്ഷം രൂപ, പൊതുമരാമത്ത്, ഊർജം എന്നിവയ്ക്കായി 2 കോടി രൂപ, നഗരാസൂത്രണം, പാർപ്പിടം എന്നിവയ്ക്ക് 5 ലക്ഷം രൂപ, ജൈവ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കായി 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബഹുവർഷ പദ്ധതികൾക്കായി തുക മാറ്റിവെച്ചത്. കൂടാതെ മറ്റ് പ്രൊജക്ടുകൾക്കായി 6 ലക്ഷം രൂപ ഉൾപ്പെടെ 16.93 ലക്ഷം രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയുടെ സ്ഥായിയായ വളർച്ചയ്ക്കുതകുന്ന രീതിയിൽ ഭക്ഷ്യവിളകൾ, പാൽ, മുട്ട, മാംസം, മത്സ്യം എന്നിവയുടെ ഉൽപാദനവും സംസ്കരണവും വിപണനവും മെച്ചപ്പെടുത്തുകയും ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക, പരിസ്ഥിതി, പ്രകൃതി, ആവാസ വ്യവസ്ഥ, പ്രകൃതി വിഭവങ്ങൾ, ജൈവ വൈവിധ്യങ്ങൾ, ജലം എന്നിവ സംരക്ഷിക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുക, മാനവ വിഭവശേഷിയുടെയും മനുഷ്യ സംസ്കാരത്തിന്റെയും സമ്പൂർണ്ണ വികസനം ലക്ഷ്യം വെച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സംസ്കാരം എന്നിവ വികസിപ്പിക്കുകയും ഈ സേവന സംവിധാനങ്ങളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യുക, പാർശ്വവൽക്കരിക്കപ്പെട്ട നഗരത്തിലെ പട്ടിണിപ്പാവങ്ങൾ, അതിദരിദ്രർ, പട്ടികജാതിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ, നിത്യരോഗികൾ, ഭിന്നശേഷിക്കാർ, വിധവകൾ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങളായ എല്ലാവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി, തെരുവ് വിളക്കുകൾ, ശുചിത്വമുള്ള പരിസരം, മെച്ചപ്പെട്ട നടപ്പാതകൾ, ഗതാഗത സൗകര്യങ്ങൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ, പൊതുസൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജനകീയ ബജറ്റ്. സാമൂഹ്യ സുരക്ഷാ രംഗത്തെ വികസനം ലക്ഷ്യമാക്കിയുള്ള കെയർ മിഷൻ, സംരംഭ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നെസ്റ്റ് മിഷൻ, പശ്ചാത്തല വികസനം ലക്ഷ്യമാക്കി ഫ്രെയിം മിഷൻ, വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായുള്ള ഷുവർ മിഷൻ, ആരോഗ്യരംഗത്തെ അഭിവൃദ്ധിക്കായി സുരക്ഷാ മിഷൻ, കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ സമൃദ്ധി മിഷൻ തുടങ്ങി നഗരസഭ നടപ്പിലാക്കുന്ന 6 മിഷനുകളും ഇനിയും തുടരും. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യുന്നതിനുമുള്ള വിവിധ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഹോപ്പ് ആൻഡ് ഡ്രീം പദ്ധതി നടപ്പിലാക്കും. മലിനജല ശാസ്ത്രീയ സംസ്കരണത്തിന് അനുയോജ്യമായ സ്ഥലത്ത് നഗരസഭ FSTP നിർമ്മിക്കും. 6 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തും. കൂടാതെ തൊഴിൽ സാധ്യതകളുടെ സുരക്ഷിത ശൃംഖലയായ സേഫ് പദ്ധതി, നഗരസഭയിലെ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് മിൽക്ക് ATM, നഗരസഭയിലെ ഗ്രൗണ്ടുകൾ നവീകരിക്കുന്നതിനായി പ്ലേ ഫോർ പാഷൻ, വാർഡുകൾ കേന്ദ്രീകരിച്ച് സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതിയായ ഫിറ്റ് ഫോർ ലൈഫ്, സാമൂഹ്യ വിപത്തായി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം കുറയ്ക്കുക, അതിക്രമങ്ങൾ തടയുക, അവബോധം സൃഷ്ടിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമാക്കി ജനകീയ പോലീസ് മാതൃകയിൽ ജനകീയ സേനയും രൂപീകരിക്കും. ജനകീയ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് പെരിന്തൽമണ്ണ നഗരസഭ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ജനകീയ ബജറ്റ് അവതരിപ്പിച്ചത്. കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നതാണ് ഓരോ ബജറ്റുകളും. ഭാവി നഗരസഭയുടെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുമെന്ന കാര്യത്തിലും സംശയമില്ല. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.